الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 4 ഖുതുബകളിലൂടെ ദിനചര്യകളിലെ ദീൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ ഖുതുബകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്ര ഗൗരവത്തോടെ നമസ്കാരത്തെ അവൻ നോക്കിക്കാണണം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇബാദത്താണ് നമസ്കാരം എന്നൊക്കെയാണ് കഴിഞ്ഞ ജുമാ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചത്. നമസ്കാരം എന്ന് പറയുമ്പോൾ നമസ്കാരത്തെ സാധാരണ നമുക്ക് 2 വാചകങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കും. ഒന്ന് ഫറളായ നമസ്കാരങ്ങൾ, മറ്റൊന്ന് ഐച്ഛികമായ നമസ്കാരങ്ങൾ. ഒരു ദിവസം 5 സമയങ്ങളിലായി 17 റക്അത്തുകൾ, അത് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് വലിയ പാപമാണ്, കുറ്റമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ വിശ്വാസിയല്ല. ആ ഗൗരവമൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ. ആ നിർബന്ധമായ നമസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഐച്ഛികമായ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. സുന്നത്തായ നമസ്കാരങ്ങൾ അതൊരു ഖുതുബ കൊണ്ട് തീരുന്ന വിഷയമല്ല. ഒരുപക്ഷെ 1, 2, 3 ഖുതുബകളിലൂടെ വിശദീകരിക്കാൻ മാത്രമുള്ള വളരെ വിശാലമായ ഒരു വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വഹീഹായ ഹദീത്തുകളുടെ അടിസ്ഥാനത്തിൽ 76ഓളം റക്അത്ത് നമസ്കാരം
76ഓളം റക്അത്ത് നമസ്കാരം നിത്യജീവിതത്തിൽ ഫറളും സുന്നത്തുമായി വിശ്വാസികളായ ആളുകൾക്ക് നിർവഹിക്കാൻ സാധിക്കും. ഈ 76 റക്അത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്ര റക്അത്ത് വരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഏതൊക്കെ നമുക്കറിയാം. ഇപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ എത്ര റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് എന്ന ഒരു ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്താണ്? വിശ്വാസികളായ ആളുകൾ ഫർള് നമസ്കാരം കഴിഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട നമസ്കാരമാണ് ഐച്ഛികമായ നമസ്കാരങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ആയത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ അള്ളാഹു പറഞ്ഞ ഒരു വാചകമാണ് ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, എന്നാൽ ആരെങ്കിലും സ്വമേധയ ഒരു നന്മ ചെയ്താൽ അത് അവന് ഉത്തമമാകുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നിർബന്ധപൂർവമല്ലാതെ സ്വന്തം മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടൊരു നന്മ ഒരാൾ ചെയ്താൽ അതവന് കൂടുതൽ ഉത്തമമാണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ച ചെയ്യുന്നത് എങ്കിലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ഐച്ഛികമായ നമസ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവരതിന് പ്രമാണമായി തെളിവായി സുന്നത്ത് നമസ്കാരങ്ങളുടെ ഫദ്ലുകൾ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ആയത്തിനെ കൊണ്ടുവരാറുണ്ട്. തഫ്സീറുകളിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അഥവാ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം, ആരും നമ്മളെ നിർബന്ധിക്കാതെ റബ്ബിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ അത് നമുക്ക് ഉത്തമമാണ്, അത് നമുക്ക് വലിയ പ്രതിഫലമാണ് എന്നാണ് ഈ ആയത്തിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സ്വഹാബിയാണ് തൗബാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നുകൊണ്ട് അദ്ദേഹം അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന. അള്ളാഹിന്റെ റസൂലെ, നിങ്ങൾ എനിക്കൊരു അമല് പറഞ്ഞു തരണം, ഒരു കർമ്മം പറഞ്ഞു തരണം. ആ കർമ്മം ഞാൻ പ്രവർത്തിച്ചാൽ അതിലൂടെ എനിക്ക് നേടേണ്ടത് സ്വർഗമാണ്. അഥവാ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അമൽ, ഒരു കർമ്മം നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും എന്നെ ഒന്ന് പഠിപ്പിച്ചാലും. ഇതാണ് തൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഹദീസിന്റെ മറ്റൊരു ലഫ്ദിൽ കാണാൻ സാധിക്കുന്നത്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമൽ അത് പറഞ്ഞു തന്നാലും മതി. രണ്ട് രീതിയിലും അതിന് ലഫ്ദുകൾ കാണാൻ സാധിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഫസക്കത്ത, നബി മിണ്ടാതിരുന്നു എന്നാണ്. അള്ളാഹിന്റെ റസൂൽ മിണ്ടാതിരുന്നു. സുമ്മ സഅൽതഹു, വീണ്ടും നബിയോട് അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചു. ഫസക്കത്ത, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാതിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്, അലൈക ബികഥറത്തി സുജൂദി ലില്ലാഹ് ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതീഅ. ആ സമയത്താണ് നബി മറുപടി പറയുന്നത്. സ്വർഗം ചോദിച്ച ഒരു മനുഷ്യനോട്, സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമല് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നീ ധാരാളമായി സുജൂദ് ചെയ്യാനാണ്, അധിക സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് സുജൂദ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ഈ ഹദീത്ത് ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം, നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വർഗം ചോദിക്കുന്നവരാണ്, സ്വർഗം കൊതിക്കുന്നവരാണ് എങ്കിൽ മുൻഗാമികളായ ആളുകൾ ആ സ്വർഗം ലഭിക്കാനുള്ള വഴി നബിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താ? സുജൂദ് വർദ്ധിപ്പിക്കാന്നാ. സുജൂദ് വർദ്ധിപ്പിക്കൽ എങ്ങനെയാണ്? ഫർളായ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങൾ കൂടെ നാം നിർവഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ നാം സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ സ്വർഗപ്രവേശനം നമുക്ക് എളുപ്പമാകുന്നുണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനേക്കാൾ വലിയ നേട്ടം സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പറയാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് അതേപോലെയാണ് എൻ്റെ നിസ്കാരം എന്ന്. ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല തക്ബീരി വത്തസ്ലീമി കഅന്നക തറാഹു. ആ പുസ്തകത്തിന്റെ പേരാണത്. അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി കണ്ടതുപോലെ, അതാണ് നിസ്കാരത്തിന്റെ പേര്. മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്.
നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പുസ്തകമാണ്. നബിന്റെ നിസ്കാരം എങ്ങനെയാ? നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നത് പോലെ ആ നമസ്കാരത്തിന്റെ രൂപം വളരെ കൃത്യമായി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ മരണപ്പെട്ടു പോയ മഹാപണ്ഡിതനാണ് സഅദ് വഹബ് അൽ ഖഹ്താനി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. ഈ അടുത്ത 2000 ആ ഒരു സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം രചിച്ച വളരെ പ്രസിദ്ധമായ സ്വലാത്തുൽ മുഅ്മിൻ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. 3 വാള്യങ്ങളിലായിട്ടുള്ള ഗ്രന്ഥമാണ്. എല്ലാ നമസ്കാരങ്ങളെ കുറിച്ചും സമ്പൂർണമായി വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. ഞാൻ ഈ 2 ഗ്രന്ഥങ്ങളെ പറയാൻ കാരണം, ഇന്നൊരു പക്ഷേ നമുക്ക് ലഭ്യമായ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ലഭ്യമായ പുസ്തകങ്ങളിലെ ഏറ്റവും നല്ല 2 പുസ്തകങ്ങൾ, വേറെയും പുസ്തകങ്ങളുണ്ട്, ഏറ്റവും നല്ല 2 പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ 2 മലയാളത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടും. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മളൊക്കെ നമസ്കാരത്തിലെ അബദ്ധങ്ങൾ നമുക്ക് മനസ്സിലാകുക, നമ്മുടെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാകുക. സഹോദരങ്ങളെ, സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, എൻ്റെ നമസ്കാരം ശരിയാക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന അമല്, ആ നമസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ആൾക്കാരാണ് നമ്മൾ. 1 ദിവസമോ 2 ദിവസമോ അതിന് വേണ്ടി മാറ്റിവെച്ച് അറിയുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് നമ്മുടെ നമസ്കാരവും അതിലെ പ്രാർത്ഥനകളും ഒക്കെ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമസ്കാരത്തിൽ സ്വലാത്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. തശഹുദിൽ നമ്മൾ സ്വലാത്തിയല്ലോ അല്ലേ? തശഹുദിൽ എല്ലാവരും സ്വലാത്തിയല്ലോ. ആ സ്വലാത്തിൽ പല ആൾക്കാരും ചൊല്ലുന്നൊരു വാചകം എന്താ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്തി എല്ലാറുണ്ട്. നമസ്കാരത്തിൽ പല ആളുകളും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലും. സഹോദരങ്ങൾ, ഒരു ഹദീത്തിന്റെ ഗ്രന്ഥത്തിൽ, ഞാൻ അടിവരട്ട് പറയുന്നു, ഒരു ഹദീത്തിന്റെ ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. നമ്മളതാ ചൊല്ലും, നമ്മൾ ഈ പല ആൾക്കാർ ചൊല്ലുന്ന സ്വലാത്ത് അതാണ്. ആ സ്വലാത്തിൽ പ്രശ്നമുണ്ടോ? സ്വലാത്തിൽ പ്രശ്നമല്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണെന്ന്. ആ പ്രയോഗത്തിനൊരു തെറ്റുമില്ല. പക്ഷെ നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റുമോ? നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റില്ല. കാരണം എന്താ? നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ചൊല്ലണമെന്ന്. നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നിസ്കാരത്തിൽ നാം ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ 7 രീതിയിൽ ഇബ്രാഹിമിയ സ്വലാത്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 7 രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിലൊറ്റ രീതിയിൽ എന്തില്ല? ഈ സയ്യിദിന എന്നുള്ള പദമല്ല. അതിനർത്ഥം നബി നമ്മളെ നേതാവല്ല എന്നല്ല. ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാ. നബി നമസ്കരിച്ചതുപോലെ നബി നിസ്കരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിച്ചോ അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിർബന്ധ നിസ്കാരങ്ങളിൽ. നബി ഇളവ് നൽകിയ വിഷയങ്ങളുണ്ട്. ഇപ്പം അത്തഹിയാത്തിൽ എന്ത് ചെയ്യുക? അത്തഹിയാത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അതിനുശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി, അവിടുന്ന് എന്ത് ചെയ്യുക? ആ സമയത്ത് ഒരാൾക്ക് മറ്റുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാം. അതിന് മാതൃക ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യമാണ്. ഇത് പഠിക്കുമ്പോഴാണ് നമ്മുടെ നമസ്കാരം എന്ത് ചെയ്യുക? ശരിയാകുക. അതുകൊണ്ട് ഈ ഖുത്ബ കേൾക്കുന്ന എല്ലാ ആളുകളോടും വളരെ സ്നേഹത്തോടു കൂടെ പറയാറുണ്ട്, നമ്മുടെ നിസ്കാരം ശരിയാക്കാൻ എന്ത് ചെയ്യണം? നമ്മളൊരു പരിശ്രമം നടത്തണം. നമ്മൾ നിസ്കരിക്കുന്നത് ശരിയാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഇതേപോലെ ഇരുന്ന് പഠിക്കണം. അള്ളാഹിന്റെ റസൂല് മിമ്പർമെന്നാണ് ജനങ്ങളെ നിസ്കാരം പഠിപ്പിച്ചത്. മിമ്പർമെന്നാണ് അള്ളാഹിന്റെ റസൂൽ മിമ്പറിൽ വന്ന് ജനങ്ങൾക്ക് നമസ്കാരത്തിന് രൂപം പഠിപ്പിച്ചു. അള്ളാഹിന്റെ റസൂൽ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്ന് നിസ്കരിക്കണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ നബിന്റെ സമീപത്തേക്ക് വന്നപ്പോൾ നബി അയാൾ പറയും, നീ മടങ്ങൂ, എന്നിട്ട് നിസ്കരിക്കൂ, നീ നിസ്കരിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പ് അയാൾ നിസ്കരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് നബി പറയുന്നു, മടങ്ങൂ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു. അയാൾ തിരിച്ചു വന്നപ്പോൾ നബി പറഞ്ഞു, നീ നിസ്കരിച്ചില്ല, മടങ്ങി വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു. അവസാനം അയാൾ വന്ന് പറഞ്ഞു, നബി എനിക്ക് ഇതുപോലെല്ലാം നിസ്കരിക്കാൻ അറിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം അയാളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാകുന്ന കർമ്മം അത് പൂർണ്ണമായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. ആ നിർബന്ധ നമസ്കാരങ്ങളിൽ വല്ല വീഴ്ചകളും സംഭവിച്ചാൽ, വല്ല കുറവുകളും സംഭവിച്ചാൽ, സഹോദരങ്ങളെ, ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് സുന്നത്ത് നമസ്കാരം. ഐച്ഛികമായ നമസ്കാരങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ അറിയോ? ഫറളിലെ വീഴ്ചകൾ എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കപ്പെടും. റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഈ ഹദീസ് പറഞ്ഞു. പരലോകത്ത് ആദ്യമായി ഒരു അടിമയുടെ അമലുകളുടെ കൂട്ടത്തിൽ ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരമാണ്. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. ആ നിസ്കാരം ശരിയായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത്, അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല എങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരിലാണ്.
അവന് പ്രയാസമായിരിക്കും, പരലോകത്തവൻ ഖേദിക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത വാചകം നബി പറയാ, ഈ നമസ്കാരവുമായി വന്ന മനുഷ്യൻ നിസ്കാരത്തിൽ കുറവുണ്ട്, നിസ്കാരത്തിൽ വീഴ്ചകളുണ്ട്. അപ്പൊ അള്ളാഹു പറയുന്ന വാചകം എന്താ അറിയോ? ആ മനുഷ്യന്റെ സുന്നത്തായ നിസ്കാരം ഉണ്ടോ നോക്കി, അയാൾ സുന്നത്ത് നിസ്കരിച്ചിടോ. അപ്പൊ മലക്കൾ ഇത് പരിശോധിക്കും. സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ അടിമക്ക് വല്ല തതവ്വുഉമുണ്ടോ, സുന്നത്തായ നിസ്കാരം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ സുന്നത്തായ നമസ്കാരം എടുത്തിട്ട് ഫറലായ നമസ്കാരങ്ങളിലെ കുറവുകൾ, വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഐച്ഛികമായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരങ്ങൾ പരമാവധി ചെയ്യുക. അത് ചെയ്താലുള്ള നേട്ടം എന്താണ്? ചെയ്താൽ ഫറലായ നമസ്കാരങ്ങളിലെ വീഴ്ചകൾ പരിഹരിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വായിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, വമ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി വമ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി അഹത്ത ഉഹിബ്ബഹു. അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ ഒരു അടിമ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവാഫിലായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ ഫറലായ കാര്യങ്ങൾ, അത് പിന്നെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. ആ റബ്ബിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നവാഫിലുകൾ, സുന്നത്തായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ വർദ്ധിപ്പിക്കുക. ആ സുന്നത്തായ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അത് സുന്നത്ത് നമസ്കാരമാണ്. അതിൽ പല കാറ്റഗറി ഉണ്ട്, പല ദുഹാ നമസ്കാരമുണ്ട്, അതേപോലെ തന്നെ തഹിയ്യത്തുൽ മസ്ജിദ്, റവാത്തിബ് സുന്നത്തുകളുണ്ട്, അങ്ങനെ ഒട്ടനവധി നമസ്കാരം അത് വിശദീകരിക്കും. ഇവിടെ നമ്മുടെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു പാഠം എന്താ അറിയോ? പള്ളി ഉണ്ടാക്കിയത് സുന്നത്ത് നിസ്കരിക്കാനല്ല. ഞാൻ ആ പറയുന്ന വാചകത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പള്ളി ഉണ്ടാക്കിയത് എന്തിനാ? ഫർള് നിസ്കരിക്കാൻ. അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതികും ഫഇന്ന അഫ്ദല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ ഐച്ഛികമായ നമസ്കാരങ്ങൾ എവിടെ നമസ്കരിക്കേണ്ടത്? വീട്ടിൽ നിന്ന് നമസ്കരിക്കേണ്ടത്. അതാണ് ഏറ്റവും അഫ്ദൽ. അതിനർത്ഥം പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല, പള്ളിയിൽ നിന്ന് മാത്രം നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരം ഉണ്ട്. ഇപ്പൊ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിൽ കയറിയ നിസ്കരിക്കാന്നാണ്. പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. ആ നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ, പുറത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈദ്ഗാഹ് പുറത്ത്, നമ്മുടെ പള്ളിയുടെ പുറത്ത് ഈദ്ഗാഹ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾ കാണാം രാവിലെ വന്നിട്ട് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അവിടുന്ന് 2 റക്അത്ത് നിസ്കാരമല്ല, ഈദ്ഗാഹിൽ വെച്ച് 2 റക്അത്ത് നിസ്കാരമല്ല. അത് ആളുകളുടെ ധാരണ എന്താ വെച്ചാല്, പള്ളിയിൽ കയറും, പള്ളിയിലാണ് ഈദ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? പള്ളിയിൽ കയറുമ്പോൾ പള്ളിയിൽ കയറി ആ നിസ്കാരം നിർവഹിക്കാം. അല്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വേറെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമല്ല. നമ്മളിങ്ങനെ പഠിച്ചു പോകണം, ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോകണം. ഐച്ഛികമായ നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അപ്പൊ സുബഹിക്ക് പള്ളിയിൽ വരുന്നതിന് മുമ്പ് 2 റക്അത്ത് എവിടെ നിസ്കരിക്കേണ്ടത്? വീട്ടിൽ നിസ്കരിക്കണം. ദുഹറിന് പള്ളിയിൽ വരുന്ന അയാൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് വരിക. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ ഇഷായിന് നിസ്കാരം കഴിഞ്ഞ് ശേഷമുള്ള റവാത്തിബ് വീട്ടിൽ നിസ്കരിക്കുക. അതാണ് ഏറ്റവും അഫ്ദൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇപ്പൊ കടലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്വന്തമായി കച്ചവടക്കുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ നിസ്കരിച്ച് വരിക, അവിടുന്ന് വുദൂ ചെയ്ത്, നമുക്കറിയാം നമ്മൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് പള്ളിയിലേക്ക് വന്നൊരു ഹജ്ജ് ചെയ്ത കൂലിയിട്ടും. അപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് അയാൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് വന്നാൽ അതാണ് ശരിയായ രീതി, ഏറ്റവും അഫ്ദലായ രീതി. അത് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഒരാൾ പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ അത് കുറ്റാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ഏറ്റവും അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ വശം എന്താ? വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും ഈ സുന്നത്ത് നമസ്കാരത്തിൽ കാണിക്കുന്ന ഒരു ചെറിയൊരു അശ്രദ്ധ, ഒരു ഗഫ്ലത്തുണ്ട്. ഒരാൾ പള്ളിയിൽ വന്നു, പള്ളിയിൽ വന്നയാൾ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അയാൾ അല്ലാഹു അക്ബർ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ എന്ത് ചെയ്തു? ഇമാമ് പിന്നെ മുഅദ്ദിൻ ഇഖാമത്ത് വിളിച്ചു. ഫർള് നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. അടിവരട്ട് പഠിക്കണത്. ഇദാ ഉഖീമത്തിസ് സ്വലാ, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അഥവാ നിർബന്ധ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരം അല്ലാതെ വേറൊരു നിസ്കാരം ഇല്ല എന്നാണ്. അപ്പൊ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ അല്ലാഹു അക്ബർ തക്ബീർ കെട്ടിനു, നിസ്കാരം തുടങ്ങി, അല്ലെങ്കിൽ ഇഖാമത്ത് വിളിച്ചു, ആ നിസ്കാരം ഒഴിവാക്കുക. ആ നിസ്കാരം കൈ താഴ്ത്തിയിട്ടിട്ട് നമ്മൾ ഏതിൽ പോയി ചേരണം? ഫർളിൽ പോയി ചേരണം. അതാണ് നബിയുടെ കൽപ്പന. ഫർള് നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെ സുന്നത്ത് നിസ്കാരമല്ല. ചില ആൾക്കാർ നിസ്കാരം തുടങ്ങിയതിനു ശേഷം, നമ്മുടെ നാട്ടിൽ പൊതുവെ ഇന്ത്യക്കാർ ആ വിഷയത്തിൽ കുറച്ചൊക്കെ ഉത്ബുദ്ധരാണ്. ഇപ്പൊ പാകിസ്ഥാനിൽപ്പെട്ട പാകിസ്ഥാനികളായ സഹോദരങ്ങളൊക്കെ അവർ സുബഹിക്ക് പള്ളിയിൽ വന്നാൽ
അവരാദ്യം നിസ്കാരം നടക്കുകയാണെങ്കിൽ, ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ആദ്യം സുന്നത്ത് നമസ്കരിക്കുക. അത് അവരുടെ അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. ഫർള് നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെന്തില്ല, സുന്നത്ത് നിസ്കാരമില്ല, ആ നിസ്കാരത്തിൽ പോയി ചേരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അതേപോലെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സുന്നത്ത് നമസ്കാരം എവിടെ വെച്ച് നിർവഹിക്കണം. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് നിസ്കരിക്കാന്ന് പറഞ്ഞു. എന്നാൽ പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പള്ളിയിൽ വെച്ച് ഒരാൾ യാത്ര പോകണമെങ്കിൽ അത് സുന്നത്ത് നിസ്കരിക്കണം, പള്ളിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫർള് നമസ്കരിച്ച സ്ഥലത്തുനിന്ന് മാറി നിന്ന് അയാൾ നിസ്കരിക്കുന്നത് നല്ലതാണ്. അത് നിർബന്ധമായ കാര്യമാണ്. നല്ല പറ്റുന്ന സാധ്യമായ സമയത്ത് എന്ത് ചെയ്യുക, മാറി നിന്ന് നമസ്കരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും. അമറനാ ബിദാലിക അല്ലാ തുസല സ്വലാത്തുൻ ഹത്താ നതകല്ലമ ഔ നഖ്റുജ്. എന്താ ഹദീത്തിലുള്ളത്? മുആവിയ റളിയല്ലാഹു പറയാണ്, ഒരു നമസ്കാരം നിർവഹിച്ചതിന് ശേഷം സംസാരിക്കുകയോ നമസ്കാര സ്ഥലത്ത് മാറി നിൽക്കുകയോ ചെയ്തതിന് ശേഷമല്ലാതെ മറ്റൊന്ന് നമസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ വേറെ സ്ഥലത്ത്, ഫർള് നിസ്കരിച്ചതല്ലാത്തൊരു സ്ഥലത്ത് നിസ്കരിച്ചാൽ പല പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മൾ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം നമുക്ക് വേണ്ടി സാക്ഷി പറയും. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികളും പണ്ഡിതന്മാരും ഒക്കെ വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒറ്റ ഹദീത്ത് ഞാൻ പറയും, ഈ ഹദീത്ത് നമ്മൾ പഠിച്ചാൽ സുന്നത്ത് നിസ്കാരത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ഒരു ഖബറിന്റെ സമീപത്ത് കൂടെ നടന്നു പോവുകയാണ്. മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീഥൻ. ആ ഖബറിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ഖബറാണ്. ഹദീത്തിന്റെ വിശദീകരണത്തിൽ വായിക്കുക, അതിന്റെ മണ്ണിന്റെ പുതിയ മണ്ണിന്റെ അടയാളങ്ങളൊന്നും പോയിട്ടില്ല, മണ്ണൊന്നും ഉണങ്ങിയിട്ടില്ല, പച്ച മണ്ണാണ്, പുതിയ ഖബറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആരുടെ ഖബറാണ്? അപ്പൊ അവര് പറഞ്ഞു, നബി ഇന്ന ആളുടെ ഖബറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി മിമ്മാ തഹ്ഖിറൂന വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലയ്യ മിൻ ബഖിയ്യതി ദുനിയാകും. നബി ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞു തരികയാണ്. നബി പറഞ്ഞ ആ ഖബറിൽ കിടക്കുന്ന ആൾ ആലോചിക്കുന്ന എന്തെങ്ങൾക്ക് അറിയോ? അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ഒരു 2 റക്അത്ത് അതെങ്കിലും നിർവഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അയാൾ ആലോചിക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ വിലാപമാണ്, എനിക്കൊരുപാട് സമയം ഉണ്ടായിരുന്നു, എനിക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ നിസ്കരിച്ചില്ലല്ലോ, സുന്നത്തുകൾ ഞാൻ വർദ്ധിപ്പിച്ചില്ലല്ലോ, എനിക്ക് നിസ്കരിക്കാമായിരുന്നല്ലോ എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആലോചിക്കുന്നതാണ്. ഇതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്? നബി എന്തിനാ ഇത് പറഞ്ഞു തരുന്നത്? അള്ളാഹുവാണ് നമുക്ക് സമയം നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് ആരോഗ്യം നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് സൗകര്യങ്ങൾ നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് കച്ചവട സംവിധാനങ്ങൾ ഒരുക്കി, എല്ലാം അള്ളാഹുവാണ് നൽകിയത്. ആ അള്ളാഹ് നമ്മോട് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ ഐച്ഛികമായ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ റബ്ബാണ് ഇതൊക്കെ തന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബിന് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും കഴിവിന്റെ പരമാവധി ഐച്ഛികമായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വിശ്വാസികളായ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഐച്ഛികമായ നമസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വിഷയത്തെ നമ്മൾ പഠനം നടത്തുമ്പോഴും ആദ്യം പരിശോധിക്കാറുള്ളത് സെലഫുകൾ എങ്ങനെയായിരുന്നു. ഇസ്ലാമിൽ ഏതൊരു വിഷയത്തോടും നമ്മുടെ മുൻഗാമികൾ എന്ത് സമീപനം സ്വീകരിച്ചു? കാരണം നമ്മളെക്കാൾ ദീന് പഠിച്ചവരാണ്. ഈ ദീൻ ഇറങ്ങിയതായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ നബിയിൽ നിന്ന് ദീന് നേരിട്ട് കേട്ടവരാണ് സ്വഹാബികൾ, അവരാണ് സെലഫുകൾ, മുൻപ് കഴിഞ്ഞു പോയ ആളുകൾ. താബിയുകൾ അവരെ കഴിഞ്ഞു വന്നവരാണ്, തബൗ താബിയുകൾ അവരെ കഴിഞ്ഞു വന്നവരാണ്. അപ്പൊ നമ്മളെക്കാൾ ദീന് പഠിച്ചവരും മനസ്സിലാക്കിയവരും അത് പ്രാവർത്തികമാക്കിയവരും മുൻഗാമികളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോഴും അവരെങ്ങനെയാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്കൊരു ഉണർവ് ലഭിക്കും. ഈ ഐച്ഛിക നമസ്കാരങ്ങളുടെ വിഷയത്തിലും എങ്ങനെയാണ് സെലഫുകൾ ഈ ഐച്ഛിക നമസ്കാരങ്ങളെ നോക്കിക്കണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ
നമുക്ക് അവരുടെ ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്ന കാര്യം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, അഥവാ റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരങ്ങളുടെ തൊട്ടു മുൻപോ പിറകിലോ വരുന്ന നിസ്കാരങ്ങളാണ്. അത് 12 റക്അത്തിന് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്കത് വിശദീകരിക്കാം. ആ റവാത്തിബ് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മൻ തറക്കൽ വിത്ര അംദൻ ഫഹുവ റജുലുൻ സൗഇൻ ലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ. ഈ റവാത്തിബ് നമസ്കാരവും അതേപോലെ തന്നെ വിത്ര നമസ്കാരമൊക്കെ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ ചീത്ത മനുഷ്യനാണെന്നാണ്. നോക്കി നിങ്ങൾ, വിത്ര നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ, സുന്നത്ത് നമസ്കാരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠ നിസ്കാരം ഏതാ? തഹജ്ജുദ് നിസ്കാരമാണ്, വിത്ര നിസ്കാരമാണ്. അത് ഉപേക്ഷിച്ചാൽ അവൻ ചീത്ത മനുഷ്യനാണ്, അവന്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടാൻ പാടുള്ളതല്ല എന്നാണ് പണ്ഡിതന്മാരുടെ വാചകം. എത്രമാത്രം ഗൗരവത്തിലാണ് അവർ ഐച്ഛിക നമസ്കാരത്തെ കണ്ടത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിന് ശേഷം ഇമാം ഇബ്നു അബീ ലൈല അദ്ദേഹം പറയും, സലഫുകളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയും, കാനൂ യുഹാഫിദൂന അലസ്സുനനി കമാ യുഹാഫിദൂന അലൽ ഫറായിദ്. സലഫുകളായ ആളുകൾ അവർ ഫറളുകൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സുന്നത്തുകളെയും കാത്തു സൂക്ഷിച്ചിരുന്നു. ഫറലായ നിസ്കാരം നിർവഹിക്കാൻ എത്ര താല്പര്യം കാണിച്ചോ അതേപോലെ അവരെന്ത് ചെയ്തിരുന്നു? സുന്നത്തായ നമസ്കാരങ്ങളെയും കാത്തു സൂക്ഷിച്ച് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു എന്ന്. അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്ന ആളുകൾ, നമ്മളിപ്പോൾ പറഞ്ഞ റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്ന, അത് നിസ്കരിക്കാത്ത ആളുകൾ, അത് ഒരാളുടെ ദീനിന്റെ കുറവാണ്, ദീനിന്റെ ന്യൂനതയായിക്കൊണ്ടാണ് അവർ കണ്ടിരുന്നത് എന്നാ. അപ്പൊ ഈ പണ്ഡിതന്മാരുടെ വാചകമൊക്കെ വെച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ചോദിക്കണം നമ്മളോട്, നമുക്ക് ദീനിൽ കുറവുണ്ടോ? ഈ റവാത്തിബ് സുന്നത്ത് 12 റക്അത്ത് ഞാൻ പറഞ്ഞു, അത് നിസ്കരിക്കാത്ത ആൾക്കാരായാലും അവർ ദീനിൽ എന്തോ കുറവുള്ള ആൾക്കാർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരല്പം ഗൗരവത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ വിഷയത്തെ കാണും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു വിഷയം ചർച്ചക്കെടുക്കാൻ കാരണം നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ അടുക്കുന്നത്. എത്രയെത്ര ആളുകളാണ് നമ്മുടെ ഇടയിൽ നിന്ന് ഓരോ ദിവസത്തിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് ഭൂകമ്പമുണ്ടായി, അവിടെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരണപ്പെട്ട വാർത്തകൾ നമ്മൾക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇല്ലേ, സമാധാനത്തോടുകൂടെ ഉറങ്ങുന്ന അല്ലെങ്കിൽ സമാധാനത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പ്രതീക്ഷിക്കാത്ത, നനച്ചിരിക്കാത്ത സമയത്ത് അവരുടെ ഇടയിലേക്ക് മരണം വരികയാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുന്ന നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നന്മകൾ കൊണ്ട് നമ്മുടെ കർമ്മരേഖ നിറക്കാൻ, നമ്മുടെ കർമ്മത്തിന്റെ ഭാണ്ഡം നിറക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വഴികളാണ് ഈ ദീന് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യമാണ് ഈ ഖുത്ബയുടെ പിന്നിലുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ഇതിൽ പലതും അറിയുന്ന ആൾക്കാരാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് പറയാൻ കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. നിർബന്ധ നമസ്കാരങ്ങളെ കാണുന്ന അതേ ഗൗരവത്തിൽ തന്നെ ഐച്ഛികമായ നമസ്കാരങ്ങളെ കൂടെ കാണാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പള്ളിയിലേക്ക് കാര പ്രദേശത്തുള്ള 2 സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ അവരൊരു പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാക്കുകയാണ്. അതിനവർ സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക സമാഹരണം നടത്താൻ ഈ പള്ളിയിലും ഇതിൻ്റെ പരിസരത്തുള്ള പള്ളികളിലൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ഒരുമിച്ച് വന്നൊരു സമയമാണ്. ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ദീനിയായി ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്, ധാരാളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മദ്രസയിൽ തന്നെ ധാരാളം കുട്ടികളുണ്ട്. അവിടെ മദ്രസ സൗകര്യങ്ങളില്ലാത്ത പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ആ സഹോദരങ്ങൾ വന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമായ നല്ലൊരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോടും സഹോദരികളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പുറത്തവരൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. സാധിക്കുന്ന സംഖ്യകൾ നമ്മൾ അതിലിടുക. അതേപോലെ ഗൂഗിൾ പേ വഴി നമുക്ക് സഹായിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. അവർ മനസ്സ് നിറഞ്ഞ്, നമ്മുടെ പള്ളിയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണ്, മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകാൻ, അവരുടെ ആവശ്യത്തിനല്ല അവർ വന്നത്. അവർ വീടുണ്ടാക്കാനോ അവരുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, അള്ളാഹിൻ്റെ മാർഗത്തിന് പള്ളി മദ്രസ ഉണ്ടാക്കാനാണ്.
അതുകൊണ്ട് തന്നെ നമ്മളോട് അവർ ചോദിക്കുന്നു, നമ്മുടെ കടമയാണ് അവരെ സഹായിക്കുക എന്നുള്ളത്. സാധ്യമായ രീതിയിൽ അവരെ സഹായിക്കണമെന്ന് ദീനിൻ്റെ പേരിൽ എൻ്റെ സഹോദരങ്ങളെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, പണ്ഡിതന്മാർ, അല്ലാഹു വിശ്വാസികളായ അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.